ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഡെലിവറി ബാഗ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. അത് സിസേറിയൻകാർക്കായിക്കോട്ടെ അല്ലാത്തവർക്കായിക്കോട്ടെ നമുക്ക് അതൊക്കെ മുൻപേ തന്നെ നമ്മൾ ആക്കി വെക്കണം. കാരണം ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് വേദനയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ എടുത്ത് വെക്കാനൊക്കെ ആയിട്ട് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിക്ക് മുന്നേ നമ്മളിതെല്ലാം തയ്യാറാക്കി വെക്കണം. ഒരു 32 വീക്ക് ആകുമ്പോൾ തൊട്ട് നിങ്ങൾ നേരത്തെയൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെ ലിസ്റ്റാണ് ഞാൻ പറയാം വീഡിയോയിൽ. അമ്മയ്ക്കും കുഞ്ഞിനും പിന്നെ ജനറലായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെലിവറി ബാഗിലേക്ക് നമ്മുടെ അമ്മമാർക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഡ്രസ്സാണ്. നമുക്കവിടെ ഒരു 3 നൈറ്റി നമുക്ക് എടുത്ത് വെക്കാം. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത്, അതായത് നമുക്ക് പെട്ടെന്ന് പാല് കൊടുക്കാൻ എളുപ്പത്തിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി മേടിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇടാനായിട്ട്. ഫ്രണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ സിബായിട്ടുള്ള നൈറ്റി മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പം കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് മേടിക്കുക. പിന്നെ അണ്ടർസ്കേർട്ട് നിങ്ങൾക്ക് കഴിവതും ആരും ഉപയോഗിക്കാറില്ല എങ്കിൽ കൂടിയും അത്യാവശ്യം ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർസ്കേർട്ടും എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഇന്നർ പാൻറ്റീസ് വേണ്ടി വരും. പിന്നെ ബ്രാ വേണ്ടി വരും. അതായത് ഫീഡിങ് ബ്രാ മേടിക്കുക കേട്ടോ. അതാകുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് ബ്രാ കിട്ടും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സൈസിനേക്കാൾ കൂടിയത് പറഞ്ഞ് മേടിച്ച് വെക്കുക. ഒരു സൈസ് കൂടിയത് മേടിക്കുക. കാരണം എന്തായാലും നമുക്ക് പാലൊക്കെ കൊടുത്ത് വരുമ്പോൾ ബ്രസ്റ്റ് സൈസിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സൈസ് കൂടുതലുള്ളത് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ലേബർ റൂമിലോട്ട് മാറ്റുമ്പോൾ അവർ പറയുന്ന ഡ്രസ്സ് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് ഡ്രസ്സ് അവർ കൊണ്ടുവന്ന് തരാൻ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് സാനിറ്ററി നാപ്കിനാണ്. അതായത് കോട്ടൻ്റെ നാപ്കിൻ മേടിക്കുക. ഇത്തിരി ലാർജ് ആയിട്ടുള്ളത് മേടിക്കുക. നമുക്കത് ആവശ്യമാണ്. പിന്നെ അലക്കണ സോപ്പ്, അതുമാതിരി കുളിക്കാനുള്ളൊരു സോപ്പ് വേണ്ടി വരും. ഷാമ്പൂ, ഓയിൽ, ഷാമ്പൂ, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. ഫേസ് വാഷ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് അധികം ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വരും. അപ്പോൾ അതിനാൽ അതൊക്കെ എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വീട്ടിലോട്ട് തിരിച്ച് പോകുമ്പോൾ നമുക്കൊരു നല്ലൊരു ഡ്രസ്സ് വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ചുരിദാറോ കുർത്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക. സാരി ആണെങ്കിൽ അത് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടുകൾ, സ്കാനിങ് റിപ്പോർട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളൊരു ഫയലിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് നമ്മുടെ ഈ ബാഗിലേക്ക് വെക്കേണ്ടി വരും. പിന്നെ മെഡിസിൻസ് അത് മറക്കാണ്ട് വെക്കുക. പിന്നെ ബെഡ്ഷീറ്റ്, പുതപ്പ്, പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഈ ഫ്ലൂയിഡ് ലീക്കേജ്, അതായത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോയിട്ട് ഫ്ലൂയിഡ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഒരു കോട്ടൺ നമുക്ക് ആവശ്യം വരും. കുറച്ച് വലുതായിട്ടുള്ള കോട്ടൺ തുണി കൈ പിടിക്കുക. കാരണം നമുക്കത് ആവശ്യം വരും. കാരണം ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കത് ആവശ്യമാണ്. ഇനി ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അപ്പോഴും ആവശ്യമാണ് ഈ കോട്ടൺ തുണി. അപ്പോൾ അത് കുറച്ച് വലുത് തന്നെ കൈ പിടിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് അമ്മമാരുടെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പലരും കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വാങ്ങിക്കാറ്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നേരത്തെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഡ്രസ്സുകളൊക്കെ ആയാലും വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ വെക്കുക. കാരണം നമ്മൾ അപ്പം തന്നെ പോയി മേടിച്ച് കുഞ്ഞുങ്ങൾക്ക് വാഷ് ചെയ്യാണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ അലർജി പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് നിൽക്കുമായിരിക്കും. പല ആൾക്കാരും അങ്ങനെ വീട്ടുകാരും അങ്ങനെ പറയും നമ്മുടെ അടുത്ത് അപ്പം മേടിച്ചാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ നേരത്തെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിലാദ്യം വരുന്നത് ബ്ലാങ്കറ്റാണ്. ചൂട് നമ്മൾ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ചൂടിൽ അവർ കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം കട്ടിയായിട്ടുള്ള ബ്ലാങ്കറ്റ് മേടിക്കുക. ടർക്കി അപ്പോൾ 2 എണ്ണം മേടിച്ച് വയ്ക്കുക. പിന്നെ 5 ജോഡി ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള കുഞ്ഞുടുപ്പുകൾ കിട്ടും. അത് വൈറ്റ് ആയിരിക്കും കൂടുതൽ പേരും മേടിക്കുക. അപ്പോൾ അങ്ങനത്തെ നോക്കി മേടിക്കുക. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കഴുകി വാഷ് ചെയ്തൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. പിന്നെ നാപ്കിൻ മേടിക്കുക. അതിപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കില്ല. കാരണം നമുക്ക് കുഞ്ഞിൻ്റെ യൂറിന് എന്തോരം പോകുന്നുണ്ട്, കുഞ്ഞ് അപ്പിയിടുന്നതൊക്കെ എന്തോരം അളവിലാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ നാപ്കിൻ ഉപയോഗിക്കാറില്ല. അതിന് പകരമായിട്ട് നിങ്ങൾ കോട്ടൻ്റെ ക്ലോത്ത് കിട്ടും. അത് നിങ്ങൾ മുന്നേ തന്നെ തിൻ മെറ്റീരിയലായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുണ്ടൊക്കെ ഉണ്ടല്ലോ, മുണ്ടിൻ്റെ വൈറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ ചതുരം കഷ്ണത്തിൽ വെട്ടിയെടുത്തതിന് ശേഷം ഒരു അരിയൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നൂലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞിൻ്റെ മേത്തൊക്കെ ഉരഞ്ഞ് സോഫ്റ്റ് സ്കിന്നാണല്ലോ അവരുടെ, അപ്പോൾ പെട്ടെന്ന് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ അരിയൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ കഴുകി അയൺ ചെയ്തൊക്കെ മുന്നേ തന്നെ വെക്കുക. കുറച്ചധികം വെക്കുക. കാരണം കുഞ്ഞുങ്ങളെ മൂത്രം ഒഴിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ അപ്പി ഇടുമ്പോഴൊക്കെ നമുക്ക് മാറ്റാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് കഴുകാനൊക്കെ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സോപ്പ്, ഡെറ്റോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. പിന്നെ ഡിസ്പോസിബിൾസ് ഡൈപ്പറൊക്കെ ചില കേസുകളിൽ ഡോക്ടേഴ്സ് പറയും കുഞ്ഞുങ്ങൾക്ക് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അവരെ
മറ്റൊരു ഇതിൽ കിടത്തും. അപ്പോൾ അവർ ചിലപ്പോൾ ഡയപ്പറൊക്കെ ഇടിച്ചിട്ടായിരിക്കും കിടത്തുക. ചിലപ്പോൾ ഡോക്ടർ അവർ തന്നെ ചെയ്യും, ആശുപത്രിക്കാർ തന്നെ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയപ്പർ മേടിച്ച് കൊടുക്കണം. 0 സൈസിൻ്റെ ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് മുന്നേ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അവർ പറയുമ്പോൾ എടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് ബെഡിലൊന്നും ആവാതിരിക്കാനായിട്ട് നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കിട്ടും. അത് നിങ്ങൾ ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ സംഭവം മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നെയിൽ കട്ടർ മേടിച്ച് വെക്കാം. കാരണം കുഞ്ഞുങ്ങളുടെ നഖമൊക്കെ അത്യാവശ്യം നല്ല ഇതിലായിട്ടിരിക്കട്ടെ. അപ്പോൾ ഒരു കൈയൊക്കെ ഇങ്ങനെ കൊള്ളുമ്പോൾ ഒക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തൊക്കെ ഇതാക്കി വെക്കാവുന്നതാണ്. പലരും പേടിച്ചിട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഡോക്ടറൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ നഴ്സുമാരോടൊക്കെ പറഞ്ഞാൽ അവർ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഹാൻഡ് സാനിറ്റൈസറും മേടിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കൈയൊക്കെ ആയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞിനെ എടുക്കുക. അപ്പോൾ ഒരു സാനിറ്റൈസർ മേടിച്ച് വയ്ക്കുക. പിന്നെ ഡെറ്റോള്, വാഷ് ചെയ്യാനായിട്ടുള്ള സോപ്പ് കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാം. കുഞ്ഞിൻ്റെ ക്ലോത്തൊക്കെ കഴുകുമ്പോൾ നമ്മൾ ഡെറ്റോളൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകുക. വൃത്തിയായിട്ടൊക്കെ കഴുകി ഒക്കെ വയ്ക്കുക. പിന്നെ നിങ്ങൾ തോർത്ത്, ടവൽ കുഞ്ഞിൻ്റെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് തോർത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തോർത്ത്, അല്ലെങ്കിൽ ടർക്കി ആയാലും മതി, ടവൽ ആയാലൊക്കെ മതി. അപ്പോൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. അവരുടെ അവർ വായിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ടവലൊക്കെ ആവശ്യം വരും. പിന്നെ അവരെയൊക്കെ എപ്പോഴും നമ്മൾ സോക്സൊക്കെ ഇടിച്ച് കെടുത്തുക. പിന്നെ നമ്മൾ കൊതുക് വല മേടിച്ച് വയ്ക്കുക. എത്ര AC റൂമിലാണെന്നൊക്കെ പറഞ്ഞാലും കൊതുകൊക്കെ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അമ്പർല ടൈപ്പിലൊക്കെ കൊതുക് വല കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് വയ്ക്കുക മുന്നേ തന്നെ. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്കായിട്ട് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ജനറലായിട്ട് വേണ്ടത് ഇപ്പോൾ നമ്മുടെ കൂടെ കഴിയുന്നവർക്ക് കിടക്കാനൊക്കെ ആയിട്ട് പായൊക്കെ നമ്മൾ എക്സ്ട്രാ പിടിക്കുന്നത് നല്ലതായിരിക്കും. പില്ലോ ഉണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കുക. പിന്നെ ടർക്കിയിലെ പുതപ്പ്, വിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുക. പിന്നെ വേണ്ടത് പ്ലേറ്റ്, ഗ്ലാസ്, ഫ്ലാസ്ക്, നമുക്ക് ചൂടുവെള്ളം ചായയൊക്കെ കുടിക്കാനായിട്ട് ഫ്ലാസ്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു കത്തിയൊക്കെ എടുത്ത് വെക്കുക. പിന്നെ ബക്കറ്റ്, കപ്പ്, കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകാനൊക്കെ ആയിട്ട് ബക്കറ്റും കപ്പൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡെലിവറി ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മുൻപേ തന്നെ പാക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ മെഡിസിന് അതൊക്കെ നമുക്ക് വെക്കാൻ പറ്റില്ല. അതൊക്കെ പോരുന്ന നേരത്തെ നിങ്ങൾ മറക്കാതെ തന്നെ എടുത്ത് വെച്ചാലും മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ അനുസരിച്ച് ഒരു 32 വീക്കൊക്കെ ആകുമ്പോഴേക്കും നമ്മളൊക്കെ ഡെലിവറി ബാഗ് തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.